ഇനിയിപ്പോൾ എറണാകുളത്തേക്ക് പോവുകയാണ് ലിഡിയ ജേക്കബ് ചെറിയാൻ. ലിഡിയ, മധ്യ കേരളം കോൺഗ്രസിന് UDF വലിയ പ്രതീക്ഷ നൽകുന്ന സ്ഥലമാണ്. എറണാകുളം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലെല്ലാം UDF വലിയ പ്രതീക്ഷ വയ്ക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ പോളിംഗ് ശതമാനം എങ്ങനെയാണ്? ആകെ മൊത്തം ഒരു നില മുന്നണികളുടെ പ്രതീക്ഷയും അതൊക്കെ എങ്ങനെയാണ്? തീർച്ചയായും UDF വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്, അല്ലെങ്കിൽ പ്രതീക്ഷയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. പ്രത്യേകിച്ച് മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, എറണാകുളത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം UDF വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലങ്ങൾ കൂടിയാണ് ഉള്ളത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. താരതമ്യേന സമാധാനപരം തന്നെയായിരുന്നു മധ്യ കേരളത്തിലെ പോളിംഗ് എന്ന് വേണം പറയാൻ. ചിലയിടങ്ങളിൽ ചില അനിഷ്ട സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എറണാകുളത്ത് ചിലയിടങ്ങളിൽ കള്ളവോട്ട് ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. തൃപ്പൂണിത്തുറ, എറണാകുളം മണ്ഡലങ്ങളിലാണ് കള്ളവോട്ട് പരാതികളും കാര്യങ്ങളും ഒക്കെ ഉയർന്നത്. അത് സംഘർഷമൊന്നുമില്ലാതെ സമാധാനപരമായി അത് അവസാനിച്ചു എന്നുള്ളത് കൂടിയാണ്. ഈ ചലഞ്ചിങ് വോട്ട് അടക്കം ചെയ്യാനുള്ള അവസരവും കാര്യങ്ങളും ഒക്കെ നൽകി അത് സമാധാനപൂർവ്വം അത് അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. ഈ പോളിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ ഒരു നീണ്ട നിര തന്നെയായിരുന്നു രാവിലെ മുതൽ മധ്യകേരളത്തിൽ പലയിടത്തും കണ്ടത്. പ്രത്യേകിച്ച് എറണാകുളത്ത് 14 മണ്ഡലങ്ങളിലും വലിയ ശക്തമായിട്ടുള്ള പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 83% കുന്നത്തനാട് മണ്ഡലത്തിലെ പോളിംഗ് എന്ന് പറയുന്നത് വലിയ പോളിംഗ് ശതമാനം തന്നെയാണ്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ 4 മണ്ഡലങ്ങളിൽ 80-ന് മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തി. വൈപ്പിൻ, പറവൂർ, അതുപോലെ കളമശ്ശേരി, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിൽ 80% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തി. വലിയ ഉയർന്ന പോളിംഗ് ആണ്. മറ്റു ജില്ലകളെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലയിൽ ഉയർന്ന പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ്. അതിൽ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ ഉള്ളതും. പ്രത്യേകിച്ച് UDF സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ് എറണാകുളത്തുള്ളത്. നിലവിലെ ഒരു സീറ്റ് നില എന്ന് പറയുന്നത് 9-5 UDF 9-ഉം LDF 5-ഉമാണ് നിലവിലെ സീറ്റ് നില എന്നുള്ളത്. അതൊരു 12-ലേക്ക് ആക്കാനുള്ള, അല്ലെങ്കിൽ 12 സീറ്റെങ്കിലും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. പക്ഷേ ഈ 9 എന്നുള്ളത് അത് നിലനിർത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് LDF-ഉം ഉള്ളത്. NDAക്ക് വലിയ മുന്നേറ്റം കൂടി പ്രതീക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് തൃശൂർ മണ്ഡലമൊക്കെ വലിയ രീതിയിൽ NDA മുന്നേറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ മുന്നണികൾ വലിയ പ്രതീക്ഷയിലും കണക്കുകൂട്ടലുകളിലുമൊക്കെയാണ് ഉള്ളത്. എന്തായാലും സമാധാനപരമായി പോളിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നു. തൃശൂരിൽ ചെറിയ സംഘർഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു BJP പ്രവർത്തകനെ കുത്തിയേൽക്കുന്ന ഒരു സംഭവവും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയപരമല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റിടങ്ങളിൽ വലിയ അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ വലിയ തർക്കങ്ങളോ സംഘർഷങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ പോളിംഗ് അവസാനിച്ചിരിക്കുന്നു. ഉയർന്ന പോളിംഗ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് പ്രമുഖർ ഒരുപാട് പേർ വോട്ട് ചെയ്യാൻ എത്തി എന്നുള്ളത് കൂടി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മമ്മൂട്ടി അടക്കം, പൃഥ്വിരാജ് അടക്കം, രമേശ് പിഷാരടി അടക്കമുള്ള ആളുകൾ എറണാകുളം ജില്ലയിലാണ് വോട്ട് ചെയ്തത്. അതുപോലെ ആസിഫ് അലി അടക്കമുള്ള ആളുകൾ, സിനിമാ താരങ്ങൾ പലരും വോട്ട് ചെയ്തു എന്നുള്ളത് കൂടിയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ വോട്ട് ചെയ്തു. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടരാജൻ അടക്കമുള്ള ആളുകൾ വോട്ട് ചെയ്തു. അങ്ങനെ പ്രമുഖർ പലരും വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിനിമാ താരങ്ങൾ പലരും വോട്ട് ചെയ്തു മടങ്ങി എന്നുള്ളതാണ്. എന്തായാലും സമാധാനപരമായി വോട്ടിംഗ് അവസാനിച്ചു. പ്രത്യേകിച്ച് വലിയ അനിഷ്ട സംഭവങ്ങളില്ലാതെ ചിലയിടങ്ങളിൽ കള്ളവോട്ടും പരാതികളും കാര്യങ്ങളും ഒക്കെ ഉയർന്നെങ്കിലും അനിഷ്ട സംഭവങ്ങൾ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യാതെ വോട്ടിംഗ് അവസാനിച്ചു. കുന്നത്തനാട് മണ്ഡലമാണ് ഏറ്റവും കൂടുതൽ വോട്ട് അല്ലെങ്കിൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. എറണാകുളം ജില്ലയിൽ ഏകദേശം 80% മുകളിൽ പോളിംഗ്. ശരി ലിഡിയ, ഏതായാലും മധ്യകേരളത്തിലും ഇത്തവണ ഈ കള്ളവോട്ട് ആരോപണങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ടെൻഡർ വോട്ട് ചെയ്യേണ്ടി വരുന്നു, അങ്ങനെ സാഹചര്യങ്ങൾ പൊതുവെ ഉണ്ടാവാത്തതാണ്. ഇത്തവണ അത്തരം ചില സാഹചര്യങ്ങൾ മധ്യകേരളത്തിലും പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിൽ നിന്നും എറണാകുളത്ത് നിന്നും അടക്കം കണ്ടു. ഏതായാലും ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന ചിലയിടങ്ങളിൽ വലിയ കനത്ത പോളിംഗും, എന്നാൽ ചിലയിടങ്ങളിൽ താരതമ്യേന പോളിംഗ് കുറവ്. അങ്ങനെ എന്താണ് ഇതിന്റെ ഒരു നമ്പർ വെച്ച് നമുക്കൊരു കണക്ക് പറയാൻ പറ്റില്ല, എന്നതിന്റെ ഒരു നിലപാട് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ജനങ്ങൾ എന്താണ് കണ്ടത് എന്നത്, ജനങ്ങളുടെ തീരുമാനം എന്താണ് എന്നത് കാത്തിരുന്ന് കാണാം. അത് വോട്ടായി കണ്ടു, വോട്ടിലേക്ക് വീണു കഴിഞ്ഞു. ഇനി അതിന്റെ ഫലം എന്താണെന്നാണ് അറിയേണ്ടത്. അതിന് മെയ് 4 വരെ കാത്തിരിക്കാം. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.